സത്താർ സേട്ടുവിൻ്റെ ചെറുമകൾ ഷംഷ്ദ സിദ്ദിഖ് സേട്ടുവിനെയൊക്കെ പരിചയമുള്ള ആളാണെന്നാണ് പറയുന്നത്. ഒപ്പം സിദ്ദിഖ് സേട്ടു ഒത്തിരിയേറെ തട്ടിപ്പുകൾ ചെയ്തു എന്നും വെളിപ്പെടുത്തുന്നുണ്ട്. അത് എന്തുമാകട്ടെ, അത് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്. സിദ്ദിഖ് സേട്ടു എന്ന ആ വ്യക്തി വഖഫ് ചെയ്യാൻ തനിക്ക് അവകാശമില്ലാത്ത, നിയമപരമായ അവകാശമില്ലാത്ത ഒരവസ്ഥയിൽ വഖഫായി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത ആ ഡീഡ് അദ്ദേഹം തീർച്ചയായും വഖഫ് എന്ന ടെക്നിക്കലായ ടേം വയ്ക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹം തിരിച്ചെടുക്കുമെന്ന് കണ്ടീഷൻ പറഞ്ഞതുകൊണ്ട് അത് ഒരു കാരണവശാലും വഖഫല്ല. ഇനി ഒരു കാര്യവും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീ പ്രൊഫസർ KA ജലീൽ അദ്ദേഹം തൻ്റെ ആത്മകഥയായ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന ആത്മകഥയിൽ അധ്യായം 18 109 പേജിൽ അദ്ദേഹം കൃത്യമായി എഴുതി വച്ചിരിക്കുകയാണ്. 1,00,000 ഉറുപ്പിക വില നിശ്ചയിച്ചായിരുന്നു സിദ്ദിഖ് സേട്ടു ഫാറൂഖ് കോളേജിന് ഈ ഭൂമി നൽകിയത് എന്ന്. ചുരുക്കി പറഞ്ഞാൽ അതൊരു ഗിഫ്റ്റ് ഡീഡ് പോലുമായിരുന്നില്ല. വഖഫ് ഡീഡ് അല്ല എന്നുറപ്പ്. ഗിഫ്റ്റ് ഡീഡ് പോലുമായിരുന്നില്ല, അതൊരു സെയിൽസ് ഡീഡായിരുന്നു എന്നാണ് തെളിയുന്നത്. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1967 മുതൽ 71 വരെ പറവൂർ സബ് കോർട്ടിൽ നടന്ന കേസ്, ആ കേസ് എന്തിനെ സംബന്ധിച്ചുള്ളതായിരുന്നു? ഈ ഭൂമി വഖഫാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളതായിരുന്നോ? ഈ കുബുദ്ധികൾ ഇപ്പോൾ പറഞ്ഞു വരുത്തുന്നത് സബ് കോടതിയിൽ വിധി വന്നു, ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് വിധി വന്നു എന്നാണ്. തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ്. അങ്ങനെയൊരു കേസ് അവിടെ നടന്നിട്ടില്ല. പിന്നെ എന്ത് കേസാണ് നടന്നത്? ഈ സ്ഥലത്തിൻ്റെ തർക്കത്തെക്കുറിച്ചാണ്. സ്ഥലത്തെ തർക്കമാണ്. അതായത് ഫാറൂഖ് കോളേജ് അവരുടേതെന്ന് അവകാശപ്പെടുന്നു, അവരുടേതായ ഡീഡ് വെച്ച് നാട്ടുകാർ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നു. ആ ഒരു കേസാണ് സബ് കോർട്ടിൽ. ഇവർ തമ്മിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു എന്ന ചരിത്രം സാക്ഷിയാണ്. അതിൻ്റെ ഒരു സാക്ഷി കൂടിയാണ് പറവൂർ സബ് കോർട്ടിലെ ആ കേസും. ആ കേസിൽ വിധി വന്നത് ഇത് ഈ ഭൂമി ഫാറൂഖ് കോളേജിൻ്റെ വകയാണ്, അല്ലാതെ അവിടെ താമസിക്കുന്നവരുടെ വകയല്ല എന്നതാണ് അവിടുത്തെ വിധി. എന്നാൽ പാസിംഗ് ആയൊരു പരാമർശം 43-ാം നമ്പറിൽ നമ്മൾ കാണുന്നു. അത് പൊസഷനെ സംബന്ധിച്ചുള്ള ഒരു വാദഗതിക്കിടയിൽ കോടതി സൂചിപ്പിക്കുന്നതായി. അതായത് പൊസഷൻ വഖഫ് എന്ന ടൈറ്റിലോടുകൂടിയുള്ള ഈ സംഗതി. അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ കോടതി ഈ വഖഫ് ഡീഡ് ശ്രദ്ധാപൂർവം വായിക്കുകയോ പഠിക്കുകയോ അതിലൊരു വിധി പറയുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ടൈറ്റിലിൽ വഖഫ് ഡീഡ് എന്നുണ്ട്. അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയിൽ പൊസഷൻ ഒരു വാദഗതിയായി ഉയർത്തേണ്ടതില്ല എന്നാണ് പാസിംഗായി പറഞ്ഞു പോയത്. ഇനി 1975 ഹൈക്കോടതിയിൽ ഇതേ കേസ് വന്നപ്പോൾ ഹൈക്കോടതി എന്താ പറഞ്ഞത്? രജിസ്റ്റേർഡ് ഗിഫ്റ്റ് ഡീഡ് ഫാറൂഖ് കോളേജിനുണ്ട് എന്നാണ്, അല്ലാതെ വഖഫ് ഡീഡ് എന്നല്ല. അതുകൊണ്ട് വളരെ വ്യക്തമാണ്, ഹൈക്കോടതി ഇതിനെ കാണുന്നത് ഗിഫ്റ്റ് ഡീഡ് ആയിട്ടാണ്. പിന്നെ 1961 നിയമസഭയിൽ PT ചാക്കോ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ അരവിന്ദാക്ഷനാണെന്ന് തോന്നുന്നു MLA, അദ്ദേഹം ജനാർദ്ദനൻ MLA കൊണ്ടുവന്ന സബ്മിഷന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഇത് വഖഫ് ഭൂമിയാണ് എന്നല്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുമുണ്ട്. വഖഫ് ഭൂമിയാണ് എന്ന് നിയമസഭയിൽ പരാമർശം ഉണ്ടായിട്ടില്ല, മറിച്ച് ഫാറൂഖ് വക ഭൂമിയാണെന്നാണ്. ഈ വക എന്നുള്ളത് വഖഫ് എന്ന് പറയാൻ എളുപ്പമുള്ളത് കൊണ്ടാണോ ഇവർ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുബുദ്ധികൾ അസത്യങ്ങൾ പ്രചരിപ്പിച്ച് ഇത് വഖഫ് ഭൂമിയാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഗൗരവമുള്ളവർ ഇത് ഗൗരവമായിട്ട് പഠിക്കുകയും സത്യസന്ധതയുള്ളവർ ഇക്കാര്യം പുറത്തു കൊണ്ടുവരികയും ചെയ്യും. സർക്കാർ ഇനിയും ഒളിച്ചുകളി നടത്തരുത്, പ്രതിപക്ഷം ഇനിയും ഒളിച്ചുകളി നടത്തരുത്. ഇത് വഖഫ് ഭൂമിയല്ല എന്ന കൃത്യമായ നിലപാടിലേക്ക് ഭരണപക്ഷവും പ്രതിപക്ഷവും എത്തണം.